ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഹീലേഴ്സ്, ഏതുതരം ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ ദുരിതത്തിൽ കയറി ഇടപെടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സെൽഫ് പ്യൂരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വേറെ ആളുടെ എനർജി ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഏത് രീതിയിലുള്ള ഹീലിംഗ് മൊഡാലിറ്റി ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഞാൻ പേരൊന്നും പറയാനില്ല, ഏത് രീതിയിലുള്ള ഹീലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൂജ വിധികൾ ചെയ്യുന്ന ആളായിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്നതായ കുറച്ച് നെഗറ്റീവ് എനർജി ഉണ്ട്. അത് നമ്മളുടെ ഓറയിൽ വന്ന് കിടക്കും, ഒരു സംശയം വേണ്ട. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാക്ടീസ്, സാധനങ്ങൾ, ജപങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ഹാങ് ആവും. ഇത് യാതൊരു സംശയമില്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ റീഡിങ് ചെയ്യുന്ന ആൾക്കാർ, റീഡേഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ എന്ത് ദുരിതം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ വാസ്തു ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരുമാതിര ഈ മേഖലയിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണ് കുറേ നാൾ കഴിയുമ്പോൾ സ്റ്റക്കായിട്ട് ഈ പരിപാടി സ്റ്റോപ്പാക്കി പോകണം. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആളുകളാണ്. ഞാനിപ്പോൾ 25 വർഷം കഴിഞ്ഞു ഈ ഫീൽഡിൽ വന്നിട്ട്. ഇതുവരെ നമ്മൾ നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ കൂടുതൽ ക്ലയൻറ്റിനെ എടുത്താലും പ്രശ്നമാണ്. കൂടുതൽ ക്ലയൻറ്റ്സ് ഓവറായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നം കൂടും. കാരണം നമുക്ക് ക്ലിയറിങ് ചെയ്യാനുള്ള സമയം കിട്ടില്ല, എനർജി ക്ലിയറിങ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അപ്പോഴും ഇതേ പ്രശ്നം വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ റിലാക്സ് ചെയ്ത് കുറച്ച് സ്വസ്ഥമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യുക കാര്യങ്ങൾ. അതേപോലെ ഞാൻ ചെയ്യുന്നത്, എനിക്കും ഇതേ പ്രശ്നം എനിക്കും ബാധകമാണ്. ഇപ്പോൾ ചിലർ ചോദിക്കും, ദേവി കൂടുള്ള ആളല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്ത് നോക്കാനാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളൊരു സാധാരണ ഒരു മനുഷ്യ ശരീരമാണ് നമുക്കുള്ളത്. ഇതൊരു റോബോട്ടോ അല്ലൊന്നുമല്ല. ഇത് എന്തെല്ലാം എനർജീസ് നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്ക് എത്രയൊക്കെ വിഷൻ ഉണ്ടെങ്കിലും നമുക്ക് മുഴുവനും കാണാൻ പറ്റില്ല. ആൾ പറയും എനിക്കതെല്ലാം കാണാമെന്നൊക്കെ, പക്ഷേ ഒരിക്കലുമില്ല. ഒരിക്കലും ഞാനത് അംഗീകരിക്കില്ല. കാരണം അത് അങ്ങനെ കഴിവുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ മനുഷ്യരായിട്ട്, നമ്മൾ സാധാരണക്കാരായിട്ട് നടക്കില്ല. അവർക്ക് വേറൊരു തലത്തിലേക്ക് അവർ പോകും. അവരിപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ വേറെ ഒരു സന്യാസിയായിട്ടോ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ദേവിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ കാണുന്നത് നമ്മളെ ഹ്യൂമൻ ബോഡി പോലെയല്ല ദേവിനെ കാണുന്നത്. അതിനെ ഉൾക്കാഴ്ച എന്നാണ് പറയുക. ശരിക്കും അത് നമ്മുടെ ഉള്ളിൽ തെളിയും, ആ രൂപം തെളിയും, ആ രൂപം കാണാം, അവരുടെ എല്ലാ കണ്ണ്, മൂക്ക്, ചെവി എല്ലാം കാണാം. അവർ പറയുന്ന മെസ്സേജസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെ ഉള്ളതാണ്, കറക്റ്റ് സംഭവമാണ്. എന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യരൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഇതിങ്ങനെ ലൈവായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലിൽ ഇതിങ്ങനെ കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ലൈഫിൽ എന്തായിരിക്കും നമ്മുടെ ലൈഫ്, എങ്ങനെയായിരിക്കും പോകുക എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ അവരൊരിക്കലും സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തരില്ല. കാരണം പിന്നെ നമ്മുടെ ലൈഫ്, ദിനചര്യകളെല്ലാത്തിലും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരാളിങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു പ്രൈവസി ഉണ്ടാവോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? എല്ലാത്തിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം പിന്നെ ലൈഫിൽ വലിയ രസം ഉണ്ടാവില്ല. ലൈഫ് വേറെ ആൾക്കാർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെയാവും. നമ്മുടെ ലൈഫ് നമുക്കുള്ളതാണ്, നമുക്ക് മാത്രമുള്ളതാണ്. നമുക്ക് മാത്രം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ സോളിന് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതിന് വേണ്ടിയിട്ട് ജന്മം എടുത്തതാണ്. അപ്പോൾ അങ്ങനെ കഴിവുള്ളവരുണ്ട്. പക്ഷേ അവരുടെ ജീവിത രീതി ഡിഫറൻ്റ് ആയിരിക്കും. അവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒരു ആശ്രമം പോലെയോ അല്ലെങ്കിൽ ഒരു കാട്ടിലൊക്കെ പോയിരിക്കും. അവരുടെ ലൈഫേ മാറി. അവരിന് വേറെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫുള്ള് അവരുടെ ലൈഫ്. പക്ഷേ സാധാരണക്കാരനായ ആളുകൾക്ക് അതല്ല. നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കർമാസ് ഒരുപാട് ക്ലിയർ ചെയ്യാനുണ്ട്, ചിലപ്പോൾ അവരോടൊക്കെ സഹായിക്കാനുണ്ടാവും. ഇതെല്ലാം ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്, സ്വതന്ത്രമായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോൾ ദേവതാ സാന്നിധ്യം ഉണ്ട്, നമുക്കുണ്ട്. പക്ഷേ നെഗറ്റീവ് എനർജി വന്നു കഴിയുമ്പോൾ അത് ഒരു കാർമികത്തിൻ്റെ ഉള്ളിൽ പോലെ ആവുകയാണ്.
ഇപ്പോൾ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഞാൻ ഒരു 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 10 പേർക്കെങ്കിലും കണ്ടിട്ടുണ്ടാവും. ദേവത സാന്നിധ്യം നല്ല പവർഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ആളുകൾ. നമ്മൾ ഹീലിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റാണ് കാണുന്നത്. അതിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റില്ല. അതിന് മുമ്പ് ഇങ്ങനെ അവരുടെ ഇടത് ഭാഗത്തോ വലത് ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ രൂപങ്ങളിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ മിക്കവാറും ദേവി രൂപങ്ങളാണ് കണ്ടത്. ഗണപതിനെ കണ്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെ മുരുകനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പേരറിയാത്ത കുറേ രൂപങ്ങൾ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്താണ് എൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഹീലിംഗ് കഴിഞ്ഞത് മൊത്തം എനർജി ക്ലിയറൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ രൂപങ്ങളിലേക്ക് കാണാൻ പറ്റും. അതിന് വരെ മഞ്ഞിൻ്റെ ഉള്ളിലിരിക്കണ പോലെയാണ്. അവരൊരു മൂടപ്പെട്ട് എന്ന് വെച്ചാൽ അവർ ടോട്ടലി ദുരിതത്തിലായി ഇരിക്കണത്. അപ്പോൾ നമ്മളെ ഹീലിംഗ് കഴിയുമ്പോൾ ഈ ദുരിതങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഉള്ളതായ അൺവാണ്ടഡ് എനർജിയൊക്കെ റിലീസ് ചെയ്ത് കളയുമ്പോൾ ലൈറ്റിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഇവർ തെളിയുക. അതായത് നമ്മൾ ഒരു മൂടൽ മഞ്ഞുള്ള സ്ഥലത്തേക്ക് കൂടി കാർ ഓടിച്ച് പോകുമ്പോൾ അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതെല്ലാം കാഴ്ചകൾ കാണുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ അതോട് കൂടിയിട്ട് അവരെല്ലാം ദൈവിക ചൈതന്യം ഉണർന്നു. അപ്പോൾ ഇതേ സംഗതി എനിക്കും വേണമെങ്കിൽ സംഭവിക്കാം, ഒരു ഹീലർക്ക് സംഭവിക്കാം, എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. കാരണം അത്രയും നെഗറ്റിവിറ്റി നമ്മളിലേക്ക് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഇവരും ഈ പറഞ്ഞ പോലെ കർമ്മത്തിന് ഉള്ളായിപ്പോവും. ആ ദേവതനെ ബന്ധിക്കുക എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാർ ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമാണ്. അല്ലാണ്ട് ഒരാൾ ഒരു സ്പിരിച്വലി പവർഫുള്ളായി എന്ന് വെച്ചിട്ട് ഒരിക്കലും അയാളുടെ ബോഡി ഒരിക്കലും ആ ലെവലിലേക്ക് അല്ലെങ്കിൽ ഹയർ ലെവലിലോട്ട് ബോഡി ഉയരുന്നില്ല. ബോഡി എപ്പോഴും സാധാരണ ആളുകളുടെ പോലെ തന്നെയാണ്. അയാൾ എനർജി അയാളുടെ ഹൈ ആയിരിക്കും, പക്ഷേ അയാൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാവാറ്. പക്ഷേ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലമാണ്. ഇത് സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിലൊക്കെ ഞാൻ കാണാറുണ്ട്, കമൻറ്റുകളിടും ആൾക്കാർ കയറിയിട്ട് ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ. ഞാൻ മണ്ടത്തരം എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, കാരണം അറിവില്ലായ്മയാണ്. അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. കാരണം എല്ലാവർക്കും എല്ലാം അറിയില്ലല്ലോ. അപ്പോൾ എനിക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞോളാം. അപ്പോൾ നമ്മളിങ്ങനെ അറിയാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ചാടിക്കറിയും ഇങ്ങനെ ചോദ്യം ചോദിക്കും അല്ലെങ്കിൽ വിമർശിക്കും. അത് നമ്മളുടെ ഒരു കോമൺ നേച്ചറാണ്. അത് ഞാൻ ഒരിക്കലും കുറ്റമായിട്ടൊന്നും കാണില്ല. പക്ഷേ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. കാരണം വേറെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതാണ് എൻ്റെ വസ്തുത. അപ്പോൾ നെഗറ്റീവ് എനർജി വന്ന് പിടിച്ചാൽ എത്ര വലിയ സ്പിരിച്വൽ പവറുള്ള ആളാണെങ്കിലും അയാളൊന്ന് ഹാങ് ആവും, അയാളൊന്ന് താഴേക്ക് പോകും. അല്ലെങ്കിൽ ആ എനർജിയുടെ പിടുത്തം റിലീസ് ചെയ്ത് കളയുന്നത് വരെയും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ഹാങ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ വേറെ ആളുടെ സഹായം ചിലപ്പോൾ നമ്മൾ തേടേണ്ട വരും. വേറെ ആൾ സഹായിക്കാനായിട്ട് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ കുറേ നാളങ്ങനെ ഹാങ് ആയിട്ട് തന്നെ കിടക്കേണ്ടി വരും. കാരണം നമുക്ക് സ്വയമായിട്ട് ഇപ്പോൾ നമ്മുടെ രണ്ട് കൈ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈ എടുത്തിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ, കൈ കെട്ടുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സത്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സമാനമായ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, വേറെ കാര്യത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യാത്രകൾ ചെയ്യുക, പതിവായിട്ട് യാത്രകൾ ചെയ്യുക. അതായത് ഒരു മാസത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു യാത്ര പോകണം. ആത്മീയവാദയിൽ സഞ്ചരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഉപാസകന്മാർ, ഹീലേഴ്സ് എല്ലാവരും. യാത്ര എന്ന് പറഞ്ഞാൽ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ടെമ്പിളിലേക്ക് പോയാൽ മതി, വേറെ എങ്ങും പോകണ്ട. അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലത്തോട്ട് പോയിട്ട് നമ്മുടെ നേച്ചറിൽ പോയിട്ട് അവിടെ നിങ്ങൾ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എനർജി പ്യൂറാവും. വലിയ വൃക്ഷങ്ങളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇരിക്കുക, കടപ്പുറത്ത് പോയിട്ടിരിക്കുക, വെള്ളച്ചാട്ടത്തിനടുത്ത് പോയിരിക്കുക, അവിടെ വെള്ളത്തിലിറങ്ങി കുളിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാം മറക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടിട്ട് മൊബൈൽ നിങ്ങൾ ഓഫ് ചെയ്യുക, നിങ്ങൾ പോവുക. അങ്ങനെ ഒരു 2 days എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ആ യാത്ര എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് പോവുക. ഒന്നും വേണ്ട, തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളിലേക്ക് പോയാൽ മതി. നമ്മുടെ കേരളത്തിൽ തന്നെ അമ്പലങ്ങളുണ്ട്, നമ്മൾ പോകാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയിരിക്കുക. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്പലങ്ങൾ നേരത്തെ അടക്കും. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ടൈമിങ് ഒരുപാട് പ്രശ്നം വരും. ഒരുപാട് സമയം നമ്മൾ ഇടയിൽ ഒരുപാട് സമയം നമുക്ക് ബ്രേക്ക് വരും. തമിഴ്നാട്ടിലാകുമ്പോൾ നമുക്ക് അവിടുത്തെ അടക്കാത്ത ക്ഷേത്രങ്ങളുണ്ട്, അടക്കാത്ത അമ്പലങ്ങളുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് അവിടെ പോയിരിക്കാം. മാക്സിമം ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ സാധാരണ അങ്ങനെയാണ്, ടൈമിങ് നോക്കും. അമ്പലങ്ങളിലുള്ള ഓരോ സമയങ്ങൾ നോക്കിയിട്ട് അടയ്ക്കാത്ത ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ടൈമിൽ അങ്ങോട്ടേക്ക് പോകും, എന്നിട്ട് അവിടെ പോയിരിക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോകും. അങ്ങനെയാണ് സാധാരണ ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്കും യാത്ര പോകാനുള്ള സമയങ്ങളായി തുടങ്ങി. കാരണം നമ്മൾ മൂകാംബിക യാത്ര കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരുപാട് ഹീലിങ്ങുകൾ നമ്മൾ ചെയ്തു. കുറച്ച് ടയർഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു യാത്രയെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മിക്കവാറും രാമേശ്വരത്തേക്കാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. രാമേശ്വരം പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ഒന്നുകൂടി പോകണമെന്ന് ഒരാഗ്രഹം വന്നിട്ടുണ്ട്.
മിക്കവാറും ഈ വീക്കിലി രാമേശ്വരത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഹീലിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഞാനിപ്പോൾ തൽക്കാലം ഞാൻ ഒന്ന് സ്ലോ ചെയ്തേക്കാണ്. ഇനി ഒരു യാത്രയെല്ലാം കഴിഞ്ഞിട്ടേ ഇനി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഹീലിംഗ് ചെയ്യാനുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഇനി എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. കാരണം കോൺടാക്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷേ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 വീക്ക് കഴിയണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുള്ള യാത്രകൾ വീഡിയോസ് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോസ് പിടിക്കാവുന്ന രീതിയിൽ ഞാൻ പിടിച്ചിടുന്നതായിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.